കൽമിക്കി സ്റ്റേറ്റിലെ വിഖ്യാതമായ ഒരു പുരാതന നഗരമാണ് എലിസ്ത. എലിസ്ത നഗരത്തിലെ നാഷണൽ മ്യൂസിയത്തിലാണ് 25, 26, 27, 28 4 ദിവസമാണ് പ്രദർശനം. അതിൻ്റെ തലേന്ന് 24-ാം തീയതി ഉദ്ഘാടനവും അതിൻ്റെ പ്രഭാഷണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. 28 കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 29, 30 ഒക്ടോബർ 1 വരെയുള്ള ദിവസങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ, കൾച്ചറൽ ഫെസ്റ്റിവൽ, ഇതാണ്. അപ്പോൾ ഒക്ടോബർ 1 വരെയാണ്. ഈ നഗരങ്ങളിലൊക്കെ റഷ്യയുടെ തെരുവുകളിൽ നാളെ മുതൽ മുഴങ്ങാൻ പോകുന്ന, തെരുവുകളിൽ നിറയുന്ന റഷ്യൻ ഭാഷയിലുള്ള മുദ്രാവാക്യം എന്താണെന്നറിയോ? കരുണ, അഹിംസ, സമാധാനം. കരുണ, അഹിംസ, സമാധാനം. ഇത് അടിസ്ഥാനപരമായി ഇത് മുഴുവനും ബുദ്ധന്റെ സംഭാവനയാണ്. മാത്രമല്ല, ജനാധിപത്യം ആരുടെ സംഭാവനയാണെന്നറിയോ? ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്, എനിക്ക് ജനാധിപത്യം എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് ഫ്രഞ്ച് വിപ്ലവവും പടിഞ്ഞാറൻ രാജ്യങ്ങളും യൂറോപ്പും ഒന്നുമല്ല. എനിക്ക് ജനാധിപത്യം എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് എൻ്റെ നാട്ടിലെ ബുദ്ധഭിക്ഷുക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന് തന്നെ ജനാധിപത്യം പഠിപ്പിച്ചു കൊടുത്തത് ബുദ്ധൻ എന്നാ നോക്കണം, BC 6-ാം നൂറ്റാണ്ടിലാണ്. AD ആധുനിക കാലത്തൊന്നുമല്ല. ഈ ഇംഗ്ലീഷ് കലണ്ടർ ഉണ്ടാകുന്നത് ക്രിസ്തു ജനിച്ച ദിവസം മുതലാണല്ലോ. അന്നാണല്ലോ ഈ നമ്മളെ പുതിയ കലണ്ടറിലെ 1-ാം തീയതി. എന്നാൽ അതിൻ്റെ 6 നൂറ്റാണ്ട് മുമ്പാണ് ബുദ്ധൻ ജീവിച്ചത്. എവിടെ? ഈ നാട്ടിൽ. ആ ബുദ്ധനാണ് അഹിംസയോട് പറഞ്ഞത്, അഹിംസയെക്കുറിച്ച് പറഞ്ഞത്. ആ ബുദ്ധനാണ് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത്. ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ആ ബുദ്ധനാണ് ഈ പറഞ്ഞ എല്ലാത്തിനും സമാധാനത്തെക്കുറിച്ച് പറഞ്ഞത്. ആ ബുദ്ധൻ അക്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. യുദ്ധം നടത്തേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് കപിലവസ്തുവിൽ നിന്ന് അദ്ദേഹം വിട്ടുപോകുന്നത്. കപിലവസ്തു. അപ്പോൾ ഇതാണ് ഈ ബുദ്ധൻ്റെ ഒരു ദൗത്യം. ഇനി വേറൊന്ന് കാര്യം ഓർക്കേണ്ടത്, അഹിംസ കൂടി, ഈ 3 വാക്കുകൾ കരുണ, അഹിംസ, സമാധാനം എന്ന മുദ്രാവാക്യം റഷ്യൻ ഭാഷയിൽ ബുദ്ധ ഭഗവാന്റെ ചിത്രം വെച്ചിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥ ആലോചിച്ചു. ഇന്ത്യക്കാരൻ്റെ അഭിമാനം എത്രത്തോളമാണ്. അതിൽ ഇനി ഒരു കാര്യം കൂടി ഓർക്കണം. ഈ ഫെസ്റ്റിവൽ എന്നാ സമാപിക്കുന്നത്? ഒക്ടോബർ 1. അതിന്റെ പിറ്റേന്ന് ഏതാ ദിവസം? ഗാന്ധി ജയന്തി. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ത്യ എത്ര സൂക്ഷ്മതയോടെ അത് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ബുദ്ധന്റെ അഭിനവ അവതാരമായി ഗാന്ധിയെ കൂടി ഓർമ്മിക്കാൻ പറ്റും സമാപനത്തിൽ. അപ്പോൾ ഉദ്ഘാടനത്തിൽ നമ്മൾ ബുദ്ധനെ അവതരിപ്പിക്കുന്നു, സമാപനത്തിൽ ഗാന്ധിയെ കൂടി ഓർമ്മിക്കുന്നു.